പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തങ്കത്തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുജിക്കുവാനും നമുക്ക് ഭാഗ്യവും സന്ദർഭവുമൊക്കെ ഒരുക്കിത്തന്ന നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ നാം ഒരു പ്രത്യേക വിഷയം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു വിളിക്കുന്നു. ഏതെല്ലാം തലങ്ങളിലാണ്, എന്തൊക്കെ സംഗതികൾക്ക് വേണ്ടിയാണ് യേശു വിളിക്കുന്നത് എന്നത് സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ നാം കേട്ടത് അവൻ സമാധാനത്തിനായി നമ്മെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കർത്താവ് വിളിക്കുന്ന മറ്റൊരു മേഖലയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ആയതിനു വേണ്ടി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇവിടെ ഒരു വിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് രക്ഷയ്ക്കു വേണ്ടിയുള്ള വിളിയാണെന്ന് വ്യക്തമായി അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ യേശു വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശു വിളിക്കുന്നത് രക്ഷയ്ക്കു വേണ്ടിയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടേണ്ടത്? എന്താണ് രക്ഷ? യഥാർത്ഥത്തിൽ നാം വിലയിരുത്തിയാൽ ഒരാളുടെ മേൽ നിർണയിക്കപ്പെട്ട ശിക്ഷ മാറിക്കിട്ടുന്നതിൻ്റെ പേരാണ് രക്ഷ. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശേഷം ആ ആൾ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുവെങ്കിൽ, ആ ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുത്ത് ഈ വ്യക്തിക്ക് മോചനം കിട്ടിയെങ്കിൽ ആ മോചനത്തിൻ്റെ പേരാണ് രക്ഷ. ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാത്തവർക്ക് രക്ഷ ഒരു പ്രസക്തിയുള്ള വിഷയമായി തീരുന്നില്ല. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കാണ് രക്ഷ ഒരു പ്രസക്തമായ വിഷയമായി തീരുന്നത്. ലോകത്തുള്ള സകല മനുഷ്യരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണത്? തിരുവചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ലോകത്ത് നീതിമാൻ ആരുമില്ല, ശിക്ഷയിൽ നിന്ന് ഒഴിവായവരാരുമില്ല. എല്ലാവരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ രക്ഷയുടെ ആവശ്യകത നമ്മളിൽ എല്ലാവരിലുമുണ്ട് എന്ന് വെളിപ്പെട്ട് വരുന്നത്. ഞാൻ രക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷയുടെ അനുഭവത്തിലാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മാനവകുലം മുഴുവൻ്റെയും സകല പാപിയുടെയും പാപത്തിന് പ്രായശ്ചിത്തമാകുവാൻ കർത്താവായി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നുവെന്ന് റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ് എന്ന് തന്നെയാണ് നാം തിരിച്ചറിയേണ്ടത്. പാപി ശിക്ഷ ഏൽക്കുന്നുവെങ്കിൽ അവൻ മരിക്കണം, അവൾ മരിക്കണം. പാപി മരിക്കാതിരിക്കുവാൻ പാപിക്ക് പകരമായി പാപമില്ലാത്ത പരിശുദ്ധൻ പാപിയുടെ പാപം ഏറ്റെടുത്ത് പകരക്കാരനായി മരണം വരിച്ചുകൊണ്ട് പാപിക്ക് രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെ സാധ്യമായത്. പാപത്തിൽ നിന്നൊരു ദൈവ പൈതൽ ഒഴിഞ്ഞിരിക്കേണ്ട അനിവാര്യത കൂടെയാണ് പറയുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നും പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നുവെന്നും യാക്കോബ് ശ്ലീഹ എഴുതിയിട്ടുണ്ട് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ഹെസ്കേൽ പ്രവാചകനും എഴുതിയിട്ടുണ്ട് 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ. ഇതിപ്പോഴും ബാധകമായിരിക്കുന്ന പ്രമാണം തന്നെയാണ്. എന്നാൽ ഇപ്രകാരമായിരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു പാപിക്ക് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം അത് കർത്താവായ യേശുക്രിസ്തു സാധിപ്പിച്ച രക്ഷയിൽ വിശ്വസിക്കുക, അംഗീകരിക്കുക, അതിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്.
മറ്റൊരു സാധ്യതയും ഇല്ല. പലരും നനയ്ക്കുന്നത് പുണ്യപ്രവൃത്തികൾ ചെയ്താൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ, കഴിവുള്ളിടത്തോളം നീതിബോധത്തോടെ ജീവിച്ചാൽ എനിക്ക് രക്ഷ കിട്ടും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊക്കെ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ രക്ഷ കിട്ടണമെങ്കിൽ ശിക്ഷ മാറിക്കിട്ടണം. ശിക്ഷ മാറിക്കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്തവനെ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തിരമല്ലാതെ ലോകത്ത് ഒരാൾക്കും രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. അതിന് വേറെ ഒരു പഴുതോ മാർഗമോ ഇല്ല. മറ്റ് പല തത്വസംഹിതകളും മറ്റ് പലതും പഠിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ഇതൊരു അടിസ്ഥാന പ്രമാണമാണ്. ശിക്ഷ മാറിക്കിട്ടണം. എന്നാൽ ദൈവത്തിന് ആ ശിക്ഷ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ പോരെ എന്ന ഒരു മറുചോദ്യം ഇവിടെ ഉരുത്തിരിയാവുന്നതാണ്. ദൈവം എന്തിനാണ് ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കുന്നില്ല, മാപ്പ് കൊടുക്കുന്നു എന്ന് ദൈവം തീരുമാനിച്ചാൽ സ്വാഭാവികമായും ശിക്ഷ മാറിക്കിട്ടുകയില്ലേ? പിന്നെ എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ ശിക്ഷയ്ക്ക് വിധിച്ചത്? അവിടെയാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരുന്നത്. നീതിമാനായ ദൈവം നീതി നടപ്പിലാക്കുന്നവനാണ്. പാപം ചെയ്ത മനുഷ്യനോട് ക്ഷമിച്ചതുകൊണ്ടാണ് അവൻ്റെ മേൽ ശിക്ഷ വരാതെ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മേൽ ആ ശിക്ഷ പിതാവാം ദൈവം വെച്ചത്. ശരിക്കും അവിടെ ദൈവം തന്നെ മനുഷ്യന് വേണ്ടി ശിക്ഷയേറ്റ ഒരനുഭവമാണ് നാം കാണുന്നത്. അവിടെ ദൈവത്തിൻ്റെ നീതി നടപ്പിലായി. ശിക്ഷ നടപ്പിലാകുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി നടപ്പിലാകുന്നത്. നീതിമാനായ ദൈവം തൻ്റെ നീതിക്ക് ഭംഗം വരാതെ തന്നെ തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് കാൽവരി ക്രൂശിൽ കാണുന്നത്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും തമ്മിൽ എതിരേറ്റ രംഗമാണ് കാൽവരി ക്രൂശിൽ കാണുന്നത്. ഒരേ സമയത്ത് നീതി നിർവഹിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും പൂർണ്ണമായും വെളിപ്പെട്ടത് നിർവഹിക്കപ്പെട്ടതാണ് കാൽവരി ക്രൂശിൽ കണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയാൻ ദൈവത്തെ അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ നടപ്പിലാക്കാതിരിക്കാൻ ദൈവത്തെ അനുവദിക്കുന്നില്ല. ഒരേ സമയം നീതിമാനും അപ്പോൾ തന്നെ പരിപൂർണ സ്നേഹവാനുമായ ദൈവത്തിന് ഈ രണ്ട് നീതിയും സ്നേഹവും ഒരുപോലെ നടപ്പിലാക്കുവാനുള്ള ഒരേ ഒരു മാർഗം തൻ്റെ ഏകജാതനെ മരണത്തിന് ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ദൈവം തന്നെ ആ ശിക്ഷ ഏറ്റെടുത്ത് ശിക്ഷ മാറ്റി മനുഷ്യന് രക്ഷ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ പെന്തക്കോസ്തി നാളിലെ പ്രസംഗത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ വ്യക്തമായി വിളംബരം ചെയ്തത്: മറ്റൊരുത്തനിലും രക്ഷയില്ല. ആമേനില്ല. അത് അടിവരയിടപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു വഴിയിലൂടെയും രക്ഷ കിട്ടുക സാധ്യമല്ല. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട പാഠമാണ്. ലോകത്തുള്ള ഏതു മനുഷ്യനും, ഏത് മതത്തിലോ ജാതിയിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ട ഏതൊരു വ്യക്തിക്കും, സ്ത്രീക്കോ പുരുഷനോ, രക്ഷ പ്രാപിപ്പാനുള്ള ഏക മാർഗം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. കാരണം നമ്മളത് വിലയിരുത്തി നോക്കണം പ്രിയപ്പെട്ടവരെ. മറ്റ് പല മുഖാന്തരങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാമെന്നുള്ളത് നമ്മുടെ ആശ്വാസമോ വ്യാമോഹമോ ഒക്കെയാണ്. എന്നാൽ ഇവിടെ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തു അത് സാധിപ്പിച്ചു തന്നിരിക്കുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. വേറെ ഒരു നാമവും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക മുഖാന്തിരം. അവനിൽ വിശ്വസിക്കുക, അവൻ്റെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുക, അവന് ജീവിതം സമർപ്പിക്കുക. അവരെല്ലാവരും ശിക്ഷ മാറി രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കുന്നവരാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രക്ഷയുടെ മഹാസന്ദേശം മറ്റൊരാൾ അറിയണമെങ്കിൽ സുവിശേഷ പ്രഘോഷണം വേണ്ടവണ്ണം നടക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവം സ്നേഹിക്കുന്ന ആളുകളെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം രക്ഷിക്കേണ്ടതിന് അവർ രക്ഷയുടെ സുവിശേഷം കേൾക്കണം. സുവിശേഷം എന്ന് പറയുന്നത് കുറേ കെട്ടുകഥകളോ ഉപകഥകളോ പറയുന്നതല്ല. കുറേ തമാശകളോ അല്ലെങ്കിൽ കോമഡി ഷോ കാണുന്നത് പോലെ സരസവും രസകരവുമായ കുറേ പ്രസംഗങ്ങൾ പറയുന്നതോ കേൾക്കുന്നതോ അല്ല. സുവിശേഷം എന്ന് പറയുന്നത്
മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ ശാശ്വതമായ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തു മുഖാന്തിരമുള്ള നിത്യരക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കുന്നതാണ്, പ്രബോധിപ്പിക്കുന്നതാണ്. അത് പ്രഘോഷിക്കപ്പെടാത്തതൊന്നും സുവിശേഷ പ്രസംഗമല്ല. ഇന്ന് ഒരുപാട് പ്രസംഗങ്ങൾ നാം കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്രസംഗകർ നമ്മളോട് സംവദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ യേശുക്രിസ്തു പരാമർശ വിഷയമാകുന്നില്ലെങ്കിൽ, യേശു ഒരുക്കിയ രക്ഷ പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ, യേശുക്രിസ്തു എൻ്റെ രക്ഷിതാവാണെന്ന ബോധം കേൾവിക്കാരുടെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നില്ലെങ്കിൽ, അവർക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും വിശ്വാസം വർദ്ധിക്കുവാനും ഇടവരുന്നില്ലെങ്കിൽ, ആയതൊന്നും സുവിശേഷ പ്രഘോഷണങ്ങൾ ആകുന്നില്ല. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകളും പ്രസംഗങ്ങളും മുഴുവൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചായിരുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് അദ്ദേഹം വിലാപം കഴിച്ചത് ഓർക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് താൻ അറിഞ്ഞ പരമസത്യത്തെ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുക എന്നുള്ളതിൽ പൗലോസ് അപ്പോസ്തലൻ ആനന്ദം കണ്ടെത്തിയിരുന്നു, നിയോഗം കണ്ടെത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമെന്ന് എണ്ണിയിരുന്നു. ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിധി കിട്ടിയിട്ടത് കുഴിച്ചിട്ടവൻ, വിളക്ക് കത്തിച്ച് കയ്യിൽ കിട്ടിയിട്ടത് പറ കൊണ്ട് മൂടുകയോ നിലവറയിൽ വയ്ക്കുകയോ ചെയ്തവൻ, ദൈവം ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യാതെ കുഴിച്ചിട്ടവൻ എന്നിങ്ങനെ ബുദ്ധിമോശം പ്രവർത്തിച്ചവരുടെ ഗണത്തിൽ ഞാനും എണ്ണപ്പെട്ടു പോകുമല്ലോ. അതാണ് എനിക്ക് അയ്യോ കഷ്ടമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഞാനിത് നിർവഹിച്ചേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധി അപ്പോസ്തലനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇടതടവില്ലാതെ യേശുക്രിസ്തുവിനെ കണ്ട നാൾ മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാൾ വരെ സഞ്ചരിച്ചുകൊണ്ടും സംവദിച്ചുകൊണ്ടും കഷ്ടപ്പാടുകൾ ഏറ്റുകൊണ്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടും തടവറയിൽ കിടന്നുകൊണ്ടും അദ്ദേഹം സുവിശേഷ ഘോഷണം തുടർന്നത്. തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ സാമീപ്യത്തിലൂടെ, തൻ്റെ എഴുത്തുകളിലൂടെ നിരന്തരമായി അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രസക്തി എല്ലാവർക്കും ബോധ്യപ്പെടണം. യേശുക്രിസ്തു കാൽവരിയിലെ യാഗമുഖാന്തിരം ഒരുക്കിയ ആ പരമമായ രക്ഷ അനുഭവിപ്പാൻ ഭാഗ്യം കിട്ടിയ സകലരും അതിൻ്റെ സാക്ഷികളായി മാറണം. അതറിഞ്ഞിട്ടില്ലാത്തവരോട്, അത് മുഖാന്തിരം ആത്മീയ രക്ഷയുടെ അനുഭവത്തിൽ എത്തിയിട്ടില്ലാത്തവരോട് അത് പങ്കിടേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. വിശുദ്ധ മാമോദീസായിലൂടെ കഴുകപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തോട് ഉടമ്പടി വെച്ച് രക്ഷയുടെ ആനന്ദവും സന്തോഷവും സ്വായത്തമാക്കിയ ഏത് ദൈവ പൈതലും ആ മഹാരക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ബാധ്യസ്ഥരാണ്. അത് പറയാതെ അത് ചിലരുടെ നിയോഗമാണ്, ചിലർക്ക് കിട്ടിയ വരമാണ്, ചിലരെ അതിന് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവരാണത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആശ്വസിച്ച് ഈ രക്ഷയുടെ അനുഭവം ലഭിച്ച ശേഷം അതിനെ അവഗണിച്ചുകൊണ്ട് ലോക സുഖങ്ങളിലും അതിൻ്റെ ഇമ്പങ്ങളിലും താല്പര്യങ്ങളിലും മനസ്സുറപ്പിച്ച് ലോകപരന്മാരായി മാത്രം ജീവിക്കുന്നവരായി ആരും മാറരുത്. നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് അവരവർക്ക് തന്നിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതോടൊപ്പം ജീവിതത്തിലെ ഒന്നാമത്തെ ഉത്തരവാദിത്വമാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷണമെന്ന ആത്മബോധം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണം. അത് പറയുവാൻ നാം നിർബന്ധിതരാണ് പ്രിയപ്പെട്ടവരെ. നമ്മളത് പറഞ്ഞേ മതിയാകൂ. എന്തുകൊണ്ടെന്നാൽ ഒരാൾ രക്ഷപ്പെടുവാൻ വേറെ ഒരു മാർഗവും ഇല്ല. ഏതെങ്കിലും ഒരു പാപിക്ക് രക്ഷപ്പെടുവാൻ വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവർ ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ടതായ ഈ രക്ഷയുടെ സുവിശേഷം അറിയാതെ അവർ നശിച്ചു പോയാൽ അവരുടെ ആത്മാക്കളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം എൻ്റെ മേൽ വരുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഞാനത് പറഞ്ഞേ മതിയാകൂ. എന്തുകൊണ്ട് ഇങ്ങനെ ഇടതടവില്ലാതെ നിരന്തരമായി ഇത് പറയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ ബോധം ദൈവം തന്നിട്ടുള്ളത് കൊണ്ടാണ്. ഈ ബോധം ദൈവം ഉള്ളത്തിലിട്ട് കൊടുത്ത സകലരും അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമുഖാന്തിരമുള്ള വിടുതലിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഈ വചന പ്രഘോഷണത്തിന് ഇങ്ങനെ വേദികളിൽ നിന്ന് നല്ല അടുക്കും ചിട്ടയുമായിട്ടൊക്കെ പ്രസംഗം പറയുന്നതല്ല സുവിശേഷ വേല എന്ന് നാം തിരിച്ചറിയണം. ഇതതിൻ്റെ കേവലം ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആളുകളോടുള്ള വ്യക്തിപരമായ സംഭാഷണത്തിൽ, അവരെ ആശ്വസിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ, അവരോടുള്ള സ്നേഹം പങ്കിടുന്ന അവസരങ്ങളിലെല്ലാം രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് അവരോട് പറയണം.
ശിക്ഷ മാറിക്കിട്ടാനുള്ള മാർഗത്തെക്കുറിച്ച് അവരോട് പറയണം, അതിലേക്ക് അവരെ ക്ഷണിക്കണം, ആനയിക്കണം. ഇത് എല്ലാ ദൈവമക്കളുടെയും കടമയാണ്. പ്രിയപ്പെട്ടവരെ, അതേക്കുറിച്ച് പലപ്പോഴും ആളുകൾക്ക് ആശങ്കയുണ്ട്. ഇത് ആളുകളെ ഏതെങ്കിലും വിധത്തിൽ മതം മാറ്റുന്ന പരിപാടിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരാളെ മറ്റൊരു തലത്തിലേക്ക് പറിച്ചു നടുന്ന ഒരു പരിപാടിയാണോ എന്നിങ്ങനെ. അല്ല, ഒരിക്കലുമല്ല. ഒരാളെ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മറ്റൊരു ചട്ടക്കൂട്ടിലേക്ക് പറിച്ചു നടുന്നതല്ല സുവിശേഷവൽക്കരണം. ഇത് യഥാർത്ഥത്തിൽ അറിയേണ്ട സകലരെയും അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോസ്തല കാലം മുതൽ അത് അങ്ങനെ തന്നെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സങ്കുചിത മനോഭാവത്തിൻ്റെ ഉടമകളാകരുത്. ലോകം മുഴുവൻ്റെയും രക്ഷിതാവാണ് യേശുക്രിസ്തു. വേലിക്കെട്ടുകളൊന്നും നാം തീർക്കണ്ട. എന്നിട്ട് എല്ലാവരോടും നാം പറയേണ്ടത്, ഈ രക്ഷ ദൈവം സൗജന്യമായി ഒരുക്കി തന്നതാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനമാണ്. ദൈവം നീതിമാനാകൊണ്ട് തൻ്റെ നീതി നിർവഹിപ്പാൻ പാപിയുടെ മേൽ ശിക്ഷ വരേണ്ടപ്പോൾ തന്നെ പാപി ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് സ്വന്തം പുത്രനെ യാഗാർപ്പണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവം തൻ്റെ നീതി നിർവഹിച്ച് മനുഷ്യനോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയെങ്കിൽ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്തുള്ളൂ പ്രിയപ്പെട്ടവരെ? ആ ദൈവത്തോട് മത്സരിപ്പാൻ നമുക്ക് എന്ത് യോഗ്യത പ്രിയപ്പെട്ടവരെ? ആ ദൈവത്തെ ചോദ്യം ചെയ്യാൻ, ആ ദൈവ പദ്ധതി എന്തെന്ന് ആരായുവാൻ നമുക്കെന്ത് അർഹത പ്രിയപ്പെട്ടവരെ? ഒന്നുമില്ല. ഈ ദൈവം അത്രത്തോളം നമ്മെ കരുതിയിട്ടുള്ളവനാണ്. ഈ രക്ഷയാണ് നമ്മൾ ഇന്ന് സ്വായത്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത്. ഈ രക്ഷ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ നിശ്ചയം അത് പങ്കിടാതിരിക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പരിമിതി മനസ്സിലാക്കേണ്ടത്. ഈ രക്ഷയുടെ അനുഭവത്തിലൊക്കെ വന്ന പലർക്കും ഇന്നും ആ ഒരു അനുഭവം ഉൾക്കൊണ്ട് ജീവിപ്പാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്നില്ല. അത് ആത്മാവിൽ അംഗീകരിപ്പാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അവിടെയാണ് ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പരാജയം സംഭവിച്ചിരിക്കുന്നത്. വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നാം കർത്താവിനടുത്ത് വരുമ്പോൾ എന്താണ് നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ വ്യക്തത? എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷാനുഭവത്തിൽ ജീവിക്കുന്നു, ഞാൻ രക്ഷാപൂർണതയിലെത്തും എന്നുള്ള ഒരു ഉറപ്പാണ് ഒരു വ്യക്തിയിലുള്ളതെങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ വിശ്വാസിയാണ്. ആ ഉറപ്പ് നേടാത്ത ഒരു വ്യക്തിയും ഇപ്പോഴും തികഞ്ഞ വിശ്വാസി ആയിട്ടില്ല. ഇന്ന് പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഈ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കി എന്ന പരിജ്ഞാനമുള്ളത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് രോഗം മാറിക്കിട്ടുന്നത് കൊണ്ട്, അവർക്ക് പരീക്ഷ ജയിക്കാൻ കഴിയുന്നത് കൊണ്ട്, അവർക്ക് വിദേശവാസം സാധ്യമാകുന്നത് കൊണ്ട്, അവർക്ക് നല്ല വീടോ സൗകര്യമോ കിട്ടുന്നത് കൊണ്ട്, അവരുടെ ജീവിതത്തിൽ സുഖങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് സാധ്യതമായി കിട്ടുന്നത് കൊണ്ട്, അതിനു വേണ്ടി അല്ലെങ്കിൽ അത് കിട്ടുന്നത് കൊണ്ട് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ദൈവവിശ്വാസത്തിൻ്റെ മാനദണ്ഡമേ അല്ല. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഒരുപാടിടങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ തലങ്ങൾ എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തലം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. ആ പരിജ്ഞാനം നമ്മളില്ലാതെ പോയാൽ നമ്മൾ പിന്നെ എന്ത് വിശ്വസിച്ചിട്ടും അത് വിശ്വാസമാകുന്നില്ല. ഇവിടെയാണ് നമ്മളെക്കുറിച്ച് തന്നെ പരിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നത്. കർത്താവ് ഇന്ന് വിളിക്കുകയാണ്, സകലരെയും വിളിക്കുകയാണ്. മുമ്പ് വിളിക്കപ്പെട്ടവരെയും വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരെയും ഈ വചനപ്രഘോഷണത്തിലൂടെ വിളിക്കുകയാണ്. ഞാൻ നിന്നെ രക്ഷയ്ക്കായിട്ടാണ് വിളിക്കുന്നത്. നീ അത് പരമാർത്ഥമായും ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഓർക്കുക, അറിയുക, ഇപ്പോൾ ബോധ്യപ്പെടുക, ഞാൻ നിന്നെ രക്ഷിപ്പാനാണ് വിളിക്കുന്നത്. കാരണം നിന്നെ രക്ഷിപ്പാൻ മറ്റൊരു സാധ്യതയും ഇല്ല. നിൻ്റെ ശിക്ഷ മാറിക്കിട്ടുവാൻ മറ്റൊരു സാധ്യതയും ഇല്ല. ഈ വാക്യത്തിൽ തന്നെ മറ്റൊരു സംഗതി കൂടെ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഈ രക്ഷ നമുക്ക് സ്വായത്തമാകുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെക്കുറിച്ച് വിഭാവനം ചെയ്ത അതിശ്രേഷ്ഠ പദ്ധതിയുടെ വിളംബരം കൂടെയാണ് നടക്കുന്നത്. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കും ഈ രക്ഷയിലൂടെ. എന്ന് വച്ചാൽ ആദിമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെടുക്കുമ്പോൾ ദൈവം അവനെ മഹത്വം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനവും ആദരവും അവന് ലഭിച്ചിരുന്നു. ആ മഹത്വമാണ് മനുഷ്യൻ പാപം ചെയ്തതിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇവിടെ മഹത്വം എന്നൊക്കെ പറയുമ്പോൾ അതിനെ വേണമെങ്കിൽ ദൈവത്വം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം.
ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ പുനഃസ്ഥാപിക്കുവാനാണ് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്. ഏദനിൽ മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്ന ആ വലിയ കൂട്ടായ്മ ബന്ധത്തിലേക്ക് മനുഷ്യൻ തിരികെ വരേണ്ടതിന്, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിലയിൽ മനുഷ്യൻ എത്തേണ്ടതിന് ദൈവം പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. പുത്രനെ പകരം വച്ച് ശത്രുവെ വീണ്ടെടുത്ത് പുത്രനാക്കി തീർത്ത് പുത്രത്വത്തിനടുത്ത സകല അവകാശങ്ങളും നൽകിക്കൊണ്ട് തൻ്റെ പുത്രൻ്റെ സ്ഥാനത്ത് അവനെ ആക്കി വയ്ക്കുന്ന ദൈവം, ഈ ദൈവം നമുക്ക് തരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്താണ്? മശിഹായുടെ മഹത്വമാണ്. പിതൃസന്നിധിയിൽ പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനായ മശിഹാ തമ്പുരാന് എത്രത്തോളം മഹത്വമുണ്ടോ ആ മഹത്വം അതേപോലെ രക്ഷിക്കപ്പെട്ടവരിലേക്ക് ദൈവം പങ്കിടുകയാണ്. എന്നുവെച്ചാൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരെല്ലാം ദൈവത്വത്തിൻ്റെ പൂർണ്ണതയുടെ മഹത്വത്തിലേക്കാണ് പ്രയാണം ചെയ്യുന്നത്. ഈ വിളി നിസ്സാരപ്പെട്ട വിളിയല്ല പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വത്തിൽ ചേർക്കുവാനുള്ള വിളിയാണ് പ്രിയമുള്ളവരെ. ഇതൊരു നിസ്സാരപ്പെട്ട വിളിയല്ല. ദൈവം നമ്മെ എത്രത്തോളം കരുതുന്നു എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളും യേശുവിൻ്റെ വിളി ആത്മാർത്ഥമായി അംഗീകരിക്കണം. ആ വിളിയോട് അനുകൂലമായി പ്രതികരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം വ്യക്തമായി ചേർന്ന് നിൽക്കണം. അവിടുന്ന് നമ്മെക്കുറിച്ച് വിഭാവനം ചെയ്ത അതിശ്രേഷ്ഠമായ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടണം. അതിനെ അവഗണിക്കുന്നവരോ നിഷേധിക്കുന്നവരോ ആയി നാം മാറരുത്. അങ്ങനെ സ്വയം ശിക്ഷ വിധിക്കുന്നവരായി നാം തീരരുത്. നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന സർവശക്തൻ്റെ തിരുമുമ്പിൽ നാം വിനയപ്പെടണം. നമുക്ക് ഈ വിളിയെ നിഷേധിക്കാൻ ഇടവരരുത്. മുൻപ് വിളിക്കപ്പെട്ടിട്ട് വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടവരൊക്കെ ആ വിളിയുടെ വിളംബരത്തിൻ്റെ ആഴം മനസ്സിലാക്കി ദൈവസ്നേഹത്തിലേക്ക് ചേർന്ന് വരണം. ഇനിയും വിളിക്കപ്പെട്ടിട്ടില്ലാത്തവർ ഈ വിളി കേൾക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഈ രക്ഷയുടെ സുവിശേഷം അനേകരോട് പങ്കിടുവാനുള്ള പ്രതിജ്ഞാബദ്ധത നമ്മിലുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം. നാം കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണം. നമ്മെ തന്നെ അങ്ങനെ തീർക്കണം. അതിന് സാധ്യമാകാതെ വരുന്നിടത്ത് നാം പരാജയപ്പെട്ട ജന്മങ്ങളുടെ ഉടമകളായി തീരുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ. നാം സ്വയം നഷ്ടപ്പെടുത്തുന്നവരായി തീരുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ. അവസരം ലഭിച്ചിട്ടും അത് പ്രയോജനപ്പെടുത്താൻ മനസ്സില്ലാതെ സ്വന്തം ശിക്ഷ വിധിക്കുന്നവരായി നാം തീരരുത് പ്രിയപ്പെട്ടവരെ. ഓർക്കുക, അവസരം കിട്ടാഞ്ഞിട്ടല്ല, ദൈവം സ്നേഹം തരാഞ്ഞിട്ടല്ല, ദൈവം ഇടപെടാഞ്ഞിട്ടല്ല, മറിച്ച് മത്സരബുദ്ധി കൊണ്ടാണ് ഇന്ന് അനേകം പേർ അവർക്ക് ലഭ്യമായിരിക്കുന്ന മഹാരക്ഷയുടെ അനുഭവത്തെ നിഷേധിച്ചിരിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, യേശു വിളിക്കുന്നു രക്ഷയ്ക്കായി. യേശു വിളിക്കുന്നു രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനായി. യേശു വിളിക്കുന്നു തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മയും കൂടെ ചേർത്ത് വയ്ക്കുവാനായി. ഇതറിഞ്ഞില്ലെന്നാരും പറയരുത്, ആരും മത്സരിക്കരുത്. വ്യക്തമായി ദൈവം സംസാരിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ഇടപെട്ടിരിക്കുന്നു. ആകയാൽ സ്നേഹമുള്ളവരെ, നമുക്ക് നിഷേധാത്മക നിലപാടുകൾ ഉപേക്ഷിക്കാം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ വ്യക്തത എന്താണെന്ന് ബോധ്യപ്പെടാം. നാം കാര്യസാധ്യത്തിന് വേണ്ടി അല്ല, കർത്താവ് ഒരുക്കിയ രക്ഷ അനുഭവിച്ചതുകൊണ്ടാകണം കർത്താവിൽ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ സന്ദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനും ഒരു വലിയ സമർപ്പണത്തിനും ഒരു വലിയ കണ്ടെത്തലിനും ഒരു ലക്ഷ്യബോധത്തിനുമൊക്കെ ഇടവരുത്തുന്നതായി തീരട്ടെ. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സന്തോഷം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ വിളിക്കുന്നു ദൈവം, രക്ഷയ്ക്കായി വിളിക്കുന്നു. ആ മഹാസന്തോഷത്തിൻ്റെ വിളി ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ കർത്താവേ. ഇത് കേട്ടിട്ട് നിഷേധിക്കുന്നവരായിട്ട് ഞങ്ങൾ തീരരുതേ. ഇന്ന് ഞങ്ങൾക്കൊരു വലിയ നിയോഗവും കൂടി അവിടുന്ന് തന്നിട്ടുണ്ട്. ഈ രക്ഷയുടെ ആനന്ദമനുഭവിക്കുന്ന സകലരും അത് പങ്കിടുന്നവരാകണമെന്ന്. ഞങ്ങൾ ഈ നാളുകളിൽ പരാജയപ്പെട്ടു പോയൊരു മേഖലയാണത്. ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു ഞങ്ങളത് പറയുവാൻ ബാധ്യസ്ഥരാണെന്ന്.
ദൈവമേ, അവിടുത്തെ മഹാമഹത്വത്തിലേക്ക് ഞങ്ങളെയും കൂടെ ചേർത്ത് വയ്ക്കുവാനാണല്ലോ ഈ വലിയ രക്ഷ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് സ്വായത്തമായി തീരുവാൻ കൃപയാൽ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകലരെയും അനുഗ്രഹിക്കണമേ. സകല മഹത്വവും കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Beshmani